ദേശീയ സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ പോലെ തന്നെ രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നപ്പോഴും അങ്ങയുടെ പേര് വളരെ സജീവമായി കേട്ടിരുന്നു. സാധാരണ മുതിർന്ന ചില അവസരങ്ങൾ ഒഴികെ മുതിർന്ന നേതാക്കളെ രാജ്യസഭയിൽ അയക്കുന്ന ഒരു പതിവ് CPIക്ക് ഉണ്ടായത്. എന്തുകൊണ്ടാണ് കെ പ്രകാശ് ബാബുവിന് ഈ രാജ്യസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടത്? അത് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം അനുസരിച്ച് PP സുനിലിനെ രാജ്യസഭയിലേക്ക് അയച്ചു. പക്ഷേ അങ്ങയുടെ പേരും എക്സിക്യൂട്ടീവ് വരെ വന്നു. തീരുമാനം അങ്ങനല്ലേ വന്നുള്ളൂ. അല്ല, മുല്ലക്കര നാഗരൻ, E ചന്ദ്രശേഖരൻ, ഇപ്പം ആര് പറഞ്ഞാലും എക്സിക്യൂട്ടീവിൻ്റെ പൊതു തീരുമാനം സുനീർന്ന അതനുസരിച്ച് തീരുമാനം. എന്തായിരുന്നു ആ മാനദണ്ഡം? അപ്പോൾ മാനദണ്ഡ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യം കാരണം ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ട ചില കാര്യം, കാനത്തിൻ്റെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ സുനീറിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, താല്പര്യപ്പെട്ടിരുന്നു. അപ്പോൾ ഈ തുടർച്ചയായിട്ട് ഈ കാനത്തിൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് മാനദണ്ഡമായി വരുന്നത്? അതൊക്കെ വെളിയിലുള്ള ആളുകൾ കേൾക്കുന്നതും കഥകൾ മെനയുന്നതുമില്ല. ഞാൻ അതിനോടൊന്നിനും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഒരു കഥയിലേക്കും ഞാൻ പോകാനും ആഗ്രഹിക്കുന്നില്ല. എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തു, തീരുമാനിച്ചു. ആ തീരുമാനം അനുസരിച്ച് ആളിനെ എടുത്തു. അല്ല, അങ്ങയുടെ പാർട്ടി അച്ചടക്കത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ഈ കാനത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു ഒസ്യത്തിൻ്റെ രൂപത്തിലുള്ള ചില കാര്യങ്ങൾ ഈ പാർട്ടിക്ക് അത് ചർച്ചയാവുന്നത് എങ്ങനെയാണ്? അത് പിന്നെ പലരും വ്യാഖ്യാനിക്കുന്നതും അത് ചർച്ചയാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനതിലില്ല. അല്ല, കാനത്തിൻ്റെ ഒരു ഒസ്യത്ത് പാർട്ടിയിൽ അതിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല, എനിക്കറിയത്തുമില്ല. ഈ CPIയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യം, ഈ CPIക്കകത്ത് വിഭാഗീയത പ്രകടമായി വരുന്നു. കാനം പക്ഷം എന്നൊരു പക്ഷം, അതിനെ എതിർക്കുന്ന വിരുദ്ധരുടെ ഒരു പക്ഷമുണ്ട്. അപ്പോൾ ഈ വിരുദ്ധ പക്ഷത്തെ തുടർച്ചയായി ഈ നമ്മുടെ CPIഎമ്മിലെ ഭാഷയെ പറഞ്ഞാൽ വെട്ടിനിരത്തപ്പെടുന്നു. ഇപ്പോൾ KK ശിവരാമൻ എക്സിക്യൂട്ടീവിൽ വരാൻ യോഗ്യതയുള്ള നേതാവ്, VS സുനിൽകുമാർ എക്സിക്യൂട്ടീവിൽ വരാൻ യോഗ്യതയുള്ള നേതാവ്, പത്തനംതിട്ടയിൽ ജയനെ ഒരു പരാതിയുടെ പേരിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെടുന്നവരെ വെട്ടിനിരത്തപ്പെടുന്ന ഒരു രീതി ഒരു കാലത്തും CPIയിൽ ഇല്ലാത്ത വിധം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ പാലക്കാട്ടെ സംഘടനാ പ്രശ്നങ്ങൾ അങ്ങേക്ക് EP ഗോപാലിൻ്റെ പോലും കുടുംബം വരെ പാർട്ടിക്ക് എതിരാവുന്നൊരു സമീപനം അവിടെ വന്നിരിക്കുകയാണ്. എക്സിക്യൂട്ടീവിൽ നമുക്ക് അധികം ആളിനെ എടുക്കാനൊക്കെയില്ല. പാർട്ടി ഭരണഘടന അനുസരിച്ച് മാത്രമേ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലായാലും ദേശീയ എക്സിക്യൂട്ടീവിലായാലും ആളിനെ എടുക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ 21 പേരുള്ള എക്സിക്യൂട്ടീവിനെ എടുക്കാനേ കേരളത്തിൽ നമുക്ക് കഴിയുകയുള്ളൂ. അതനുസരിച്ചുള്ള എക്സിക്യൂട്ടീവിനെ എടുത്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിഭാഗീയതയുണ്ട്, കാനം പക്ഷമുണ്ട് എന്നുള്ള നിലയിലുള്ള പ്രചരണം യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ്. തന്നെയല്ല, മരിച്ചുപോയ ഒരു പാർട്ടി നേതാവിൻ്റെ പേരിൽ വീണ്ടും അതങ്ങനെ ചർച്ച ചെയ്യുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. കാനത്തിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പാർട്ടിക്ക് നല്ലതുപോലെ കരുത്തു പകർന്നിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ പിന്നെ അത്രയും ആ നിലയിലേക്ക് തന്നെ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ വിമർശനപരമായി കമ്മിറ്റിയിലൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരിക്കും. പക്ഷേ കാനം പാർട്ടിയുടെ ഒരു ഉറച്ച നേതാവ് എന്നുള്ള നിലയിൽ തന്നെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അങ്ങനൊരു നിലപാടെടുക്കുന്ന ഒരു നേതാവിന് ഒരു പക്ഷവും വേറൊരു പക്ഷവും എന്നുള്ള നിലയിൽ ഒരിക്കലും ഞാനതിനെ കാണുന്നില്ല. ഒരിക്കൽ കഴിഞ്ഞ സ്റ്റേറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഇതിൽ എന്നെ കൂടെ കൂട്ടിക്കിട്ടിയിരുന്നു. അന്ന് ഞാനൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു, എന്നെ അതിനകത്തൊന്നും കൂട്ടിക്കെട്ടണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരു പക്ഷമേ ഉള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു ഗ്രൂപ്പല്ലാതെ വേറൊരു ഗ്രൂപ്പിലും ഞാനില്ല. എനിക്കുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് CPI ആണ്, അതിനപ്പുറത്തേക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അതിൻ്റെ സംഘടനാപരമായ കെട്ടുറപ്പിനെ ഉലയ്ക്കുന്ന നിലയിൽ അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന നിലയിൽ ഈ വിഭാഗീയതയെ സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മുടെ സംസ്ഥാനത്ത് പെരുകുന്നതാണ്. അത് ബോധപൂർവം ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് എല്ലാ പാർട്ടി ലീഡർഷിപ്പിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഈ ഗ്രൂപ്പിന് അതീതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എന്ന ഒരൊറ്റ ഗ്രൂപ്പിൽ മാത്രം നിൽക്കുന്ന പ്രകാശ് ബാബു കൊടുക്കേണ്ടി വരുന്ന വില എത്രയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതൊന്നും ഒരു കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ പാർട്ടിയിൽ ഏത് സ്ഥാനവും ഏത് പിന്നെ പാർട്ടിയിലെ പൊസിഷനായാലും അല്ലാത്ത പൊസിഷനായാലും അതെല്ലാം ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങളാണ്, അതിനുള്ള പോസ്റ്റാണ്. അല്ലാതെ ആർക്കും അതൊന്നും അതൊരു ആലങ്കാരികമായ ഒരു പദവിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏത് പദവിയും ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള പദവിയാണ്. അതിനെ ആലങ്കാരികമായ ഒരു പദവിയായി കാണാൻ പാടില്ല. ഞാൻ എന്തായാലും അതിനെ അങ്ങനെ കാണുന്നില്ല.
അതൊക്കെ വരേണ്ടുന്ന നിലയിൽ വരികയോ പോവുകയോ ചെയ്യും. ഏത് പൊസിഷനിൽ ഇരിക്കുന്നോ ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് എന്താണോ ചുമതല ആ ചുമതല നിർവഹിക്കുക. കാരണം ഞാൻ ചോദിക്കാൻ കാരണം, കാനത്തിന് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് അങ്ങ് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകളുണ്ട്. അങ്ങയുടെ പേര് സ്വാഭാവികമായി ഉയർന്നു വരണം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാനത്തിൻ്റെ നിര്യാണത്തിന് ശേഷം ശവദാഹ ചടങ്ങുകൾ നടക്കുന്ന ദിവസം തന്നെയാണ് എക്സിക്യൂട്ടീവ് തീരുമാനമെടുത്തത്. അപ്പോൾ അത്തരം അങ്ങയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരെ കാണിക്കപ്പെട്ട ഒരാൾക്ക് ഈ സംഭവിക്കുന്നത് എന്താണ് പാർട്ടിയിൽ ഇപ്പോൾ? കാരണം അങ്ങ് പിന്നെ LDFൻ്റെ പ്രതിനിധി സംഘത്തിലില്ല. അങ്ങേപ്പോലെ പിന്നെ പരിചയസമ്പത്തുള്ള ഒരു പാർലമെൻറ്റേറിയൻ, ഒരു സംഘടനാ രാഷ്ട്രീയം അറിയുന്നതാണ്. അങ്ങേക്ക് എന്താ ഈ തഴയപ്പെടലിൻ്റെ കാരണം എന്താണ്? അപ്പോൾ പരിഗണിച്ചില്ല എന്നുള്ളത് കൊണ്ട് തഴയപ്പെടുന്നു എന്നൊന്നും അതിനർത്ഥമില്ല. എന്നാലും അതൊരു അങ്ങയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അതൊരു തഴയപ്പെടലായി തോന്നുന്നില്ലേ? തന്നെ ഇപ്പം ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നത് എങ്ങനെയാണ്? എനിക്കതൊക്കെയല്ല. ഒന്ന് ഞാൻ പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആശയഗതി അനുസരിച്ച് പ്രവർത്തിച്ചു പോകാനാണ് എല്ലാ ലീഡർഷിപ്പിലുള്ള മുഴുവൻ ആളുകളും ശ്രമിക്കേണ്ടത്. അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഉന്നതമായ ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിനൊരു മാതൃകയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യുന്നത്.